കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കൈവിട്ടു പോകുന്നുവെന്ന് പാർട്ടിയെ ഓർമ്മപ്പെടുത്തി VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം 64-ലെ പിളർപ്പിന്റെ കാലം മുതൽ തുടങ്ങുന്നതാണ്. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നടപടികളെ പരസ്യമായി എതിർക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ശാസനകളെയോ അച്ചടക്കത്തിന്റെ വാളിനെയോ ഭയന്നില്ല. ജയിലിനുള്ളിൽ കിടക്കവേ ജവാന്മാർക്ക് രക്തദാനം ചെയ്യാൻ നടത്തിയ പ്രചാരണത്തിന് ആദ്യമായി പാർട്ടിയിൽ തരം താഴ്ത്തൽ നേരിട്ടു. MV രാഘവന്റെ ബദൽരേഖാ വിവാദം കൊടുങ്കാറ്റായി മാറിയ വേളയിൽ പാർട്ടിയെ മറ്റൊരു പിളർപ്പിൽ നിന്നും രക്ഷിക്കാൻ VS ഉയർത്തിയ നിലപാടിന്റെ ചെങ്കൊടി പാറിപ്പറന്നു. 96-ൽ മാരാരിക്കുളത്തെ പാർട്ടി വോട്ടുകൾ ചോർന്നുപോയ മലവെള്ളപ്പാച്ചിലിൽ സ്വന്തം പാളയത്തിലെ പടയെ തിരിച്ചറിഞ്ഞ നിമിഷം. വിരുദ്ധപക്ഷക്കാരെ മുഴുവൻ വെട്ടിനിരത്തിയ പാലക്കാട്ടെ സമ്മേളനകാലം പാർട്ടിയിൽ പ്രകമ്പനങ്ങൾക്ക് തുടക്കമിട്ടു. കാർക്കശ്യത്തിന്റെ ലെനിനിസ്റ്റ് രൂപത്തെ മേൽക്കമ്മിറ്റികളുടെ താക്കീതിനും തളർത്താനായില്ല. VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നതും പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുന്നതും പതിവ് തെരഞ്ഞെടുപ്പ് കാഴ്ചകളായി മാറി. ചടയന് ശേഷം വിജയൻ മതിയെന്ന് തീരുമാനിക്കാൻ സെക്രട്ടേറിയറ്റിൽ കെൽപ്പുണ്ടായിരുന്ന നേതാവ് ആ വിജയനോട് ഏറ്റുമുട്ടിയ ചെറുത്തുനിൽപ്പ് പിന്നീട് വിഭാഗീയത എന്ന വിളിപ്പേരായി മാറിയതും ചരിത്രം. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. ഭാഗ്യകരമെന്ന് പറയട്ടെ, ഗോർബച്ചേപ്പുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി. പിന്നീട് അതിൽ നിന്ന് കോരുന്ന ബക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും. ഇത്തരം ഗോർബച്ചേപ്പുമാരുടെ ദുഷ്ചെയ്തികൾ കാരണം നമ്മുടെ സമുദ്രങ്ങളും വറ്റി വരളാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പുരോഗമന പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയത പാരമ്യത്തിലെത്തിയ മലപ്പുറം സമ്മേളനകാലം. ഔദ്യോഗിക പാനലിനെതിരെ 12 പേരെ മത്സരിപ്പിച്ച് 12ഉം തോറ്റു. പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാകുന്നുവെന്ന തിരിച്ചറിവിലും കമ്മ്യൂണിസ്റ്റ് മൂല്യം അടിയറവ് വയ്ക്കാൻ തയ്യാറാകാത്ത ശൗര്യം പിന്നെയും തലയുയർത്തി തന്നെ നിന്നു. പാർട്ടിയിലെ ഇത്തിൽക്കണ്ണികളിൽ നിന്നുപോലും കൂരമ്പുകൾ ഏറ്റുവാങ്ങിയ ആലപ്പുഴ സമ്മേളനം, പോർക്കളം വിട്ട പടനായകന്റെ ഇറങ്ങിപ്പോക്ക് സമ്മേളനകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധമായി മാറി. ഭൂരിപക്ഷ അധികാര കേന്ദ്രങ്ങൾ തീരുമാനിക്കുന്ന ശരികളെ ചോദ്യം ചെയ്യുന്ന നിലപാടിന്റെ വിപ്ലവം. ലാവ്ലിൻ കേസിലെ പരസ്യ വാക്പോരിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും PBയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസാധാരണ നടപടി. സംഘടനാ തത്വങ്ങൾ ലംഘിച്ചതിന് പിന്നെയും PBക്ക് പുറത്തായ മുഖ്യമന്ത്രി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വേട്ടയാടപ്പെട്ട പാർട്ടി. ആശയ സംഘർഷങ്ങളുടെ കാലത്ത് ഒറ്റയാനായി നിന്ന് തന്റെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഒഞ്ചിയത്തുപോയി KK രമയെ കണ്ടത് പൊറുക്കാനാകാത്ത പാപമായി പാർട്ടി വിലയിരുത്തിയപ്പോഴും തന്റെ ശരികളിൽ നിന്ന് അണുവിട പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും ചെങ്കൊടി നെഞ്ചോട് ചേർത്തു തന്നെ നിർത്തി. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച വേളകളിൽ നിശബ്ദനായിപ്പോയ നേതാവിന് വേണ്ടി അണികൾ തെരുവിലിറങ്ങിയപ്പോൾ പാർട്ടി പിന്നെയും പിന്നെയും തോറ്റുകൊണ്ടേയിരുന്നു. തന്റെ വഴികളിലെ ശരികളിലൂടെ ഈ മനുഷ്യൻ നടന്നു തീർത്ത 100 വർഷങ്ങൾ കമ്മ്യൂണിസത്തിന്റെ ക്ലാസിക്കൽ കാലമായി വരും തലമുറ നെഞ്ചോട് ചേർത്തുപിടിക്കും. അൻഫ്രിഡ് ഡിസൂസ, അമൃത ന്യൂസ്.